നമസ്കാരം. 2024 പത്മ പുരസ്കാരങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ബഹുമതികളാണ് പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായും മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ O രാജഗോപാലിനും പത്മഭൂഷൺ ലഭിച്ചു. കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ EP നാരായണൻ, കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ബലേരി, എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ്. ആധ്യാത്മികാചാര്യൻ മുനി നാരായണ പ്രസാദ്, തിരുവിതാംകൂർ രാജകുടുംബാംഗവും എഴുത്തുകാരിയുമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി എന്നീ മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം നേടിയത്. 5 പേർക്കാണ് പത്മവിഭൂഷൺ, 17 പേർക്ക് പത്മഭൂഷണും 110 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. വൈജയന്തിമാല ബാലി കല, ചിരഞ്ജീവി കല, വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പഥക് സാമൂഹ്യ സേവനം മരണാനന്തര ബഹുമതി, പത്മ സുബ്രഹ്മണ്യം കല എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഹോർമുസ്ജി എൻ കാമ, മിഥുൻ ചക്രവർത്തി, സീതാറാം ജിൻഡാൽ, യങ് ലിയു, അശ്വിൻ ബാലചന്ദ് മെഹ്ത, സത്യഭാരത് മുഖർജി മരണാനന്തരം, റാം നായിക്, തേജസ് മധുസൂദനൻ പട്ടേൽ, ദത്താത്രേയ് അംബദാസ് മൈലു, ഏലിയാസ് രാജ്ദത്ത്, തോഗ്ദാൻ റിംപോച്ചെ മരണാനന്തരം, പ്യാരിലാൽ ശർമ്മ, ചന്ദ്രേശ്വർ പ്രസാദ് ഠാക്കൂർ, ഉഷ ഉദുപ്പ്, വിജയകാന്ത് മരണാനന്തരം, കുന്ദൻ വ്യാസ് എന്നിവരാണ് പത്മവിഭൂഷൺ ലഭിച്ച മറ്റുള്ളവർ. ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാൻ പാർവതി ബറോ, ഗോത്രക്ഷേമ പ്രവർത്തകൻ ജഗേശ്വർ യാദവ്, ഗോത്ര പരിസ്ഥിതി പ്രവർത്തകയും സ്ത്രീ ശാക്തീകരണ പ്രവർത്തകയുമായ ചാമി മുർമു, സാമൂഹിക പ്രവർത്തകൻ ഗുർവീന്ദർ സിംഗ്, ഗോത്ര പരിസ്ഥിതി പ്രവർത്തകൻ ദുഖു മാജി, ജൈവ കർഷക കെ ചെല്ലമ്മാൾ, സാമൂഹിക പ്രവർത്തകൻ സംഘാതൻ കിമ, പാരമ്പര്യ ചികിത്സകൻ ഹേംചന്ദ് മാഞ്ചി, പച്ചമരുന്ന് വിദഗ്ധ യാനുങ് ജമോഹ് ലഗെ, ഗോത്ര ഉന്നമന പ്രവർത്തകൻ സോമണ്ണ, ഗോത്ര കർഷകൻ സർബേശ്വർ ബസുമതാരി, പ്ലാസ്റ്റിക് സർജറി വിദഗ്ധ പ്രേമധൻ രാജ്, മല്ലഖം കോച്ച് ഉദയ് വിശ്വനാഥ് ദേശ്പാണ്ഡെ, നേപ്പാൾ ചന്ദ്ര സൂത്രധാർ, ബാബു രാം യാദവ്, ദസരി, കൊണ്ടപ്പ, ജാങ്കിലാൽ, ഗഡ്ഡം സാമയ്യ, മാച്ചിഹാൻ നാസ, ജോർദാൻ ലബ്ചെ, ബന്ദ്രപ്പൻ എം, സനാതൻ രുദ്രപാൽ, ഭഗവത് പാദാൻ, ഓംപ്രകാശ് ശർമ്മ, സ്മൃതി രേഖ ചക്മ, ഗോപിനാഥ് സെയിൻ, ഉമാ മഹേശ്വരി ഡി, അശോക് കുമാർ ബിശ്വാസ്, രതൻ കഹാർ, ശാന്തി ദേവി പാസ്വാൻ, ശിവൻ പാസ്വാൻ, SD മനേക്ഷ ഇറ്റാലിയ എന്നിവർ പത്മശ്രീ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം 2 ദിവസം മുമ്പാണ് പ്രഖ്യാപിച്ചത്. ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ദിനത്തോടനുബന്ധിച്ച് മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന നൽകി ആദരിച്ചിരിക്കുന്നത്.